അതെ, രാവിലെ എനിക്കൊരു കോൾ വന്നു. എടുത്ത ഉടനെ എന്നോട് പറയുക, എനിക്കൊരു 3.25 സെൻറ്റുണ്ട്. ഒരു 5 ബെഡ്റൂമുള്ള ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീട് വേണം. എത്രയാവും? അപ്പം ഞാൻ ചോദിച്ചു എന്ത്? അല്ല, ഈ വീട് വയ്ക്കാൻ നിങ്ങളുടെ റേറ്റ് എന്താണ്? എത്രയാവും? ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വീട്, 5 ബെഡ്റൂം, അതും ഫുൾ ഫർണിഷ്ഡാണ്. ആലോചിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നോക്കാം. ആദ്യം പ്ലോട്ട് ഒന്ന് കാണണം. പ്ലോട്ടിൻ്റെ സ്കെച്ച് പറ്റുമെങ്കിൽ ചേട്ടൻ എനിക്കൊന്ന് അയച്ചു. നമുക്ക് മുനിസിപ്പാലിറ്റി റൂൾ അല്ലെങ്കിൽ പഞ്ചായത്ത് റൂൾ പ്രകാരം ഓരോ ഡിവിഷൻ വിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലോട്ടിൽ എത്ര സ്ക്വയർ മീൻസ് എത്ര ഏരിയ ഉണ്ടോ അതിനകത്ത് മാത്രമേ നമുക്ക് വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഞാനൊന്ന് നോക്കാം. പക്ഷേ ഒരു ബേസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തൊരു 3 സെൻറ്റിൽ ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 650-700 സ്ക്വയർ ഫീറ്റ് താഴെ നിൽക്കും. ബാക്കി നമുക്ക് മുകളിൽ നിർത്താം. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നു, ശരി, താഴെ 3 ബെഡ്റൂം വേണം. അതിൽ 2 ബെഡ്റൂം വലിയ ബെഡ്റൂം അറ്റാച്ച്ഡ് വേണം. അതിൻ്റെ കൂടെ മൂന്നാമത്തെ ബെഡ്റൂം ഗസ്റ്റ് റൂം, അതായത് ഗസ്റ്റ് ബെഡ്റൂമാണ്. അതൊരു മിനിമം 12 എങ്കിലും വേണം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ അപ്പോൾ ബാക്കിയുള്ള റൂം ചേട്ടൻ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? അത് ഒരു 14-15 അല്ലെങ്കിൽ ഒരു 14-18 മതി. ഞാൻ പറഞ്ഞു, ചേട്ടാ നടക്കത്തില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാ, നടക്കത്തില്ലെന്ന്. ആരാ പറഞ്ഞാൽ നടക്കത്തില്ലെന്ന്? ഞാൻ വരച്ചല്ലോ. അതായത് പുള്ളി ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ബോക്സ് വരച്ച് വെച്ചേക്കുക. ഒരു ബോക്സ് റൂം, രണ്ടാമത്തത് അടുത്ത റൂം, മൂന്നാമത്തെ അടുത്ത റൂം. അല്ല ചേട്ടാ, എനിക്ക് മാജിക് ഒന്നും അറിയത്തില്ല. എനിക്ക് മാജിക് അറിയത്തില്ല. അത് മാത്രമല്ല, ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാനാണ് പറയുന്നത്? 3.25 സെൻറ്റിൽ ഈ പറഞ്ഞ പോലെ പടുകൂറ്റൻ ബംഗ്ലാവ്.